മന്ത്രിയാവാനോ MP ആവാനോ പഞ്ചായത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ PV അൻവർ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ കേരളത്തില് ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ. ബഹുമാന്യനായ നമ്മുടെ നേതാവ് PV അൻവർ നമ്മുടെ മുന്നിലെ പുതിയ ആശയവുമായിട്ട് വരുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത്. ആ അഭിപ്രായങ്ങൾ അദ്ദേഹം ഈ സമൂഹത്തിനോട് തുറന്നു പറഞ്ഞ സമയത്ത് പല ആളുകളും അദ്ദേഹത്തെ എതിർക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എതിർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആദ്യ നാളുകളിൽ പല ആളുകളും മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പല ആളുകൾക്കും മനസ്സിലായി PV അൻവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, PV അൻവർ മുന്നോട്ട് വെച്ച് ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഈ സമൂഹം അനുഭവിക്കുന്ന, ഈ സമൂഹത്തിലെ അടിസ്ഥാന വർഗങ്ങളും അതുപോലെ തന്നെ ഏതു തരത്തിലുള്ള ആളുകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് ഇന്ന് സമൂഹം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ഇവിടെ ആദ്യമായിട്ട് ഈ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അന്നും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോലും ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഹൈവേയുടെ പണി നടക്കുകയാണ്. ഈ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഗതാഗത തടസ്സങ്ങളും ഗതാഗത കുരുക്കുകളും ഉണ്ട്. എന്നിട്ട് പോലും ഈ നമ്മുടെ സ്റ്റാർ കെയറിന്റെ ഏരിയയിലൊക്കെ നിന്നിട്ടാണ് ആ റഡാർ സംവിധാനം വെച്ചുകൊണ്ടുള്ള സ്പീഡ് റഡാർ വെച്ചുകൊണ്ട് ആളുകളെ പിഴിയുന്ന ഒരു അവസ്ഥ കേരള പോലീസിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. നല്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനിടക്കാണ് ക്യാമറ വെച്ചുകൊണ്ട് ആളുകളെ പിടിക്കുന്നത്. അങ്ങനെ ചില എല്ലാ കാര്യത്തിലും ചെറുതും വലുതുമായ കാര്യത്തിൽ പോലീസിന്റെ കെടുകാര്യസ്ഥ ഒരു സ്ഥലത്ത്. അതുപോലെ തന്നെ ബഹുമാന്യനായ നമ്മുടെ നേതാവ് കഴിഞ്ഞ ഒരു ദിവസങ്ങളായിട്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ 5 പേര് ജയിൽവാസം അനുഭവിച്ചു. കൂടാതെ ഇന്നും ഇപ്പോൾ മഞ്ചേരി ജയിലില് നമ്മുടെ പ്രവർത്തകര് ഇന്നലെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഈ സമൂഹത്തോട് മറ്റൊരു പ്രശ്നം വിളിച്ചു പറഞ്ഞു. ആദ്യ ബഹുമാനായ ലീഡർ പോലീസിന്റെ കെടുകാര്യസ്ഥയെ പറ്റി നമ്മളോട് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞത് മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ കോഴിക്കോട് പട്ടണത്തിൽ വസിക്കുന്ന നമ്മൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ അനുഭവിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ആ സമര പരിപാടിയിലും ആ പ്രചരണ പരിപാടിയിലും പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ഞാൻ അന്ന് ആ മണിയൻ എന്ന് പറയുന്ന ആ സഹോദരൻ, ആദിവാസി സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബോഡി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ നമ്മുടെ നേതാവിന്റെ കൂടെ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം, ചില കാര്യങ്ങളുണ്ട്. അവിടെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന മണി എന്ന് പറയുന്ന ആദിവാസി സഹോദരന്റെ അനിയനെ നമ്മളവിടെ കണ്ടു. വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ആംബുലൻസിന്റെ അടുത്ത് നിൽക്കുന്നത്. ആരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന ഭീകരത, വന്യജീവികളുടെ ആക്രമണം മൂലം ആളുകൾ മരിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനെ അന്ന് ബഹുമാന്യനായ MLA നേരത്തെ വന ഭേദഗതി ബില്ലിനെതിരെ പനമരത്തു നിന്നും ആരംഭിച്ച ജാഥ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ഉണ്ടായിട്ട് പോലും ആരും തന്നെ ആ വനഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിന് മുന്നിൽ വന്നില്ല. ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല. അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിട്ടൊക്കെ ആരും അന്ന് വന്നില്ല. അന്ന് പനമരത്ത് നിന്ന് ബഹുമാന്യനായ നമ്മുടെ ലീഡർ യാത്ര തുടങ്ങി. അത് ആദ്യ ദിവസം സമാപിച്ചു. രണ്ടാമത്തെ ദിവസം തിരുവമ്പാടി സമാപിച്ചു. തിരുവമ്പാടിയിലൊക്കെ അദ്ദേഹത്തെ കേൾക്കാനും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന സന്ദേശം ഉൾക്കൊള്ളാനും ഒരുപാട് ആളുകൾ ആ തിരുവമ്പാടിയുടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തി എന്നുള്ളതിന്റെ ആ പരിപാടി വിജയിച്ചതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചാത്തല്ലൂരിൽ വെച്ച് പരിപാടി ആരംഭിച്ചു. അവിടെ വലിയൊരു ജനക്കൂട്ടമായിരുന്നു. ആ ജനകീയ യാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ജനക്കൂട്ടം അന്ന് ആ ചാത്തല്ലൂരിലെത്തി. അന്ന് ചാത്തല്ലൂരില് നമ്മളെല്ലാവരും ആ പ്രചരണത്തിന്റെ ആ
ജനകീയ യാത്രയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചാത്തല്ലൂർ എത്തിയ സമയത്താണ് ബഹുമാന്യനായ അന്ന് നമ്മുടെ ബഹുമാനായ ലീഡർ MLA ആണ്. അന്ന് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, ഇന്ന് നമ്മുടെ ഇന്നലെ രാത്രിയില് മണി എന്ന് പറയുന്ന ഒരു സഹോദരൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് യാത്ര ഇവിടെ തുടങ്ങി. നമ്മൾ ഇനി ഉച്ചയ്ക്ക് ശേഷം മാത്രമേ യാത്ര ഉണ്ടാകുള്ളൂ. അതിനു മുമ്പേ നമ്മളെല്ലാവരും ഇന്ന് നിലമ്പൂരിലേക്ക് DFO ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ്. അന്ന് ആ യാത്രയിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ, ആ ജനകീയ യാത്രയുടെ ഭാഗമായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ അന്ന് DFO ഓഫീസിലേക്ക് പോയി. DFO ഓഫീസിലേക്ക് പോയിട്ട് അവിടെ മാർച്ച് നടത്തി. അന്ന് നമ്മുടെ പ്രവർത്തകർ അവിടെ രോഷ പ്രകടനം നടത്തി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അന്ന് DFOന്റെ സാന്നിധ്യത്തിൽ ബഹുമാന്യനായ MLA അന്ന് DFOന്റെ സാന്നിധ്യത്തിൽ അവിടെ പത്രസമ്മേളനം നടത്തി. അവിടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഗവൺമെന്റ് വേണ്ട രീതിയിൽ അത് കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലും വന്യജീവി ആക്രമണം മൂലം പല സഹോദരന്മാരും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാന് ഈ ജനകീയ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാന്യനായ MLA എടക്കരയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ആ എടക്കരയിലെ മീറ്റിംഗില് CPM-ഉം BJP-യും ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കാരാടൻ ഓഡിറ്റോറിയത്തിൽ എത്തുകയും വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. അവരൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ, പല ആളുകളും അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നു. ഒരു കോഴിക്കോട്ടുകാരൻ എന്ന നിലയിൽ അവര് പറയുന്ന അത്ഭുതങ്ങൾ വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി നിന്നത്. കാരണം അവര് പറയുകയാണ്, എടക്കര ടൗണിലൂടെ ബൈക്കിന്റെ മുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറുകെ ചാടുന്നത് കാട്ടിയാണ്. മറ്റൊരു സഹോദരന്റെ കൈയും കാലും എല്ലാം പരിക്കേറ്റിരിക്കുമ്പോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാട്ടുപന്നി കുറുകെ ചാടിയിട്ട് പരിക്കേറ്റതാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾ നമ്മൾ കാണേണ്ടത്, കോഴിക്കോട് ഈ മാമൂർ റോഡില് ഒരു നായ കുറുകെ ചാടിയിട്ട് നമ്മുടെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു സഹോദരന് പരിക്ക് പറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കോഴിക്കോട് നാട്ടും പ്രദേശത്തും ഗ്രാമമാവാനോ അല്ലെങ്കിൽ മന്ത്രിയാവാനോ MP ആവാനോ പഞ്ചായത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ PV അൻവർ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ്, ഇതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ കേരളത്തില് ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാതെ, ഒന്നിനും അഭിപ്രായം പറയാതെ, ഒന്നും പറയാതെ, എല്ലാം കേട്ടുകൊണ്ട്, എല്ലാം അനുസരിച്ചുകൊണ്ട് വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് ശക്തനായ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമൊന്നും വളരെ അകലെയല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ തന്നെ ആയിരുന്നു കേരളത്തിലെ ഒരു മന്ത്രിസ്ഥാനം. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ നോക്കാതെ, ഈ സമൂഹത്തിന് വേണ്ടി മാത്രം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ പോലീസിനെതിരെയോ ഈ വനം വകുപ്പ് മാഫിയക്കെതിരെയോ ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സുഖസുന്ദരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇന്ന് വലിയൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ചെറിയ പ്രസ്ഥാനമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഭരിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് വളരെ സൈലന്റ് ആയിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയേനെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സിരകളിൽ ഓടുന്ന രക്തം ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ PV അൻവർ അതെല്ലാം ത്യജിച്ചുകൊണ്ട്, ആ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള MLA സ്ഥാനമെല്ലാം ത്യജിച്ചുകൊണ്ട്, അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ പാർട്ടി ഉണ്ടാക്കാൻ ഇവിടെ എത്തിയത്. ഞാൻ ഇന്ന് ഇവിടെ എത്തുന്ന സമയത്ത് രാഷ്ട്രീയമില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഈ രാജ്യത്തല്ല. ഇത് രാജഭരണം നടക്കുന്ന രാജ്യത്ത് രാഷ്ട്രീയം കൊണ്ടൊരു കാര്യമില്ല എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം. പക്ഷെ നമ്മളെ ഈ 150 കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയ അധിഷ്ഠിതമാണ്. ഈ രാജ്യം ആര് ഭരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും അതിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ കാവൽക്കാരോ ആണ്. അത് മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യസന്ധമായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കരങ്ങൾ ഇന്ന് അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. ഈ നാടിനെ മൊത്തം ഊറ്റിയെടുക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായവർ മാത്രം
വിജയിച്ചു കയറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അതാണ് നമ്മുടെ രാജ്യത്ത് ആകമാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനെ ഇപ്പൊ മൂന്നാമതും ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 10 വർഷത്തെ ഭരണം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ? ഗ്യാസിന് 50 രൂപ, സോറി എത്ര പറയുന്ന 200 രൂപ, അതായത് അന്നുണ്ടായിരുന്നതിന്റെ പകുതി. എനിക്ക് തോന്നുന്നു 200 രൂപ. പെട്രോൾ 50 രൂപയിലേക്ക് നിലനിർത്തും. നേരിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ. 15 ലക്ഷം രൂപ ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും കൊടുക്കും. ഒരുപാട് പണം ഇവിടുന്ന് മുൻകാല രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും കൊള്ളയടിച്ച് വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും 15 ലക്ഷം എല്ലാവരും അക്കൗണ്ടൊക്കെ തുടങ്ങി അധികാരത്തിൽ വന്നു. ഇന്നത്തെ സ്ഥിതി പോട്ടെ. ആദ്യത്തെ ടേം 5 കൊല്ലം കഴിയുമ്പോൾ ഈ പറയുന്ന പെട്രോൾ 75-80 എത്തിയിട്ടുണ്ട്. ഗ്യാസ് 1000 എത്തിയിട്ടുണ്ട്. 15 ലക്ഷം രൂപ പോയിട്ട് 15 പൈസ കിട്ടിയിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് പോലും കൊടുക്കാതെ മനുഷ്യർ കഷ്ടപ്പാടിന്റെ ദുരിതക്കയത്തിലാണ്. കാർഷിക മേഖല ആകെ തകർന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചെന്താ ജനങ്ങൾ പ്രതികരിക്കും? ഇതിനാണ് ജനാധിപത്യം. 5 വർഷത്തിൽ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഭരണഘടന 5 വർഷത്തിൽ തെരഞ്ഞെടുപ്പ് വെച്ചത്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തെത്തുന്ന ഗവൺമെന്റ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനാണ്. 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചു വോട്ട് ചെയ്യാനുള്ള അവസരമാണ്. അതാണ് ജനാധിപത്യം. അതിനാണ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും നമ്മളൊക്കെ ഞാനൊക്കെ കണക്കൂട്ടിയിട്ടുണ്ട്. അത്ര മാത്രം പ്രതിസന്ധി, വലിയ തിരിച്ചടി ഉണ്ടാവും, വല്ലതും ഉണ്ടായും. ഇപ്പൊ കേവലമായ ചാണകത്തിലും ഗോമൂത്രത്തിലും ഈ രാജ്യത്ത് ജനങ്ങളെ മുഴുവൻ കെട്ടിയിടാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ മാറി. ഓരോ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോ സ്റ്റേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 8.5 വർഷമായ ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ്. ആദ്യത്തെ 5 വർഷം ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യാൻ ജനങ്ങളോടൊപ്പം നിന്ന ഗവൺമെന്റാണ്. ഇവിടുത്തെ പ്രളയവും കൊറോണയും ഒക്കെ നമുക്കറിയാം. ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ജനകീയ സപ്പോർട്ടോടുകൂടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളും സർക്കാരായി മാറിയ കാഴ്ചയായിരുന്നു നമ്മളൊന്ന് കണ്ടിരുന്നത്. കൊറോണയിലും 18-ലെയും 19-ലെയും ദുരന്തത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചു വന്ന ഒരു ഗവൺമെന്റ് ഇപ്പോ കഴിഞ്ഞ 3 കൊല്ലമായി ഏതൊക്കെ തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് അറിവുള്ളവരും അതിൽ പ്രതിഷേധമുള്ളവരുമാണ് ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. അനുഭവിക്കുകയാണ്. ഓരോ മേഖലയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അഴിമതി ഒരു ഭാഗത്ത്, ഭരണത്തിന്റെ അരാജകത്വ മറുഭാഗത്ത്, ജനങ്ങൾ എങ്ങനെ ശ്വാസം മുട്ടി മരിക്കുന്നു, സർക്കാരിന്റെ പിടിച്ചുപറിയൊരു ഭാഗത്ത്. വീട്ടിലിരുന്ന കറണ്ട് ബില്ല് വർദ്ധിച്ചു, അത് കഴിഞ്ഞാൽ വെള്ളക്കരം വർദ്ധിച്ചു, കടയിലേക്ക് പോകുന്ന വഴി പോലീസ് കൈ കാണിക്കും, അവിടെ ഫൈൻ ഇട്ടു, തിരിച്ചു വരുമ്പോൾ ഫൈൻ വേറെ ഇടും. കടയിൽ കയറിയാൽ ഈ പറയുന്ന എന്താ പറയാ വിലക്കയറ്റം കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഉണ്ടായിരുന്ന വരുമാനം എല്ലാ ബിസിനസ്സും എല്ലാവരും താഴേക്ക്. 28% GST ലോകത്തൊരു രാജ്യത്തുമില്ല. എത്രയായിരുന്നു നമ്മൾ ടാക്സ് കൊടുത്തിരുന്നത്? 11-12%. 11-12% ഉണ്ടായിരുന്ന ടാക്സ് ഒരേ ഇന്ത്യ ഒറ്റ ടാക്സ് എന്ന രോമന പേരിട്ട് 28% ഉയർത്തിയപ്പോ അതിനെ എതിർക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായോ? പാടില്ല എന്ന് ആരുടെങ്കിലും പറഞ്ഞു. ഒരു സമരം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന്റെ ഏതെങ്കിലും മൂലത്തിൽ നിങ്ങൾ കണ്ടോ? ഇപ്പൊ ആരാ അനുഭവിക്കുന്നത്? ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം.
കേരളത്തിൽ പോലും നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരം വരുമാനം ഒരു നിലക്കും വർദ്ധിക്കാൻ മാർഗമില്ല. പല കച്ചവടങ്ങളും തകർന്നു പോകുന്നു. പിടിച്ചു നിൽക്കാൻ അഭിമാനികളായ മലയാളികൾ ശ്വാസം മുട്ടി മരിക്കുന്നു. അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ലോണാണ്. ഈ ഹോളിൽ ലോണില്ലാത്തവർ ആരുണ്ടാവും? ഒരാളുണ്ടാവില്ല, ഒരൊറ്റ ആളുണ്ടാവും. 248 ആളാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഈ നിയമസഭ ആരംഭിച്ചതിന് ശേഷം ലോൺ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ജപ്തി വന്ന് ആത്മഹത്യ ചെയ്തത്. ഇനി എത്ര ആൾ ആത്മഹത്യ ചെയ്യും എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു മൊത്തത്തിൽ ദുസ്സഹമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഇതിനെ പരിഹരിക്കേണ്ടതാരാണ്? ഇതിൽ ഇടപെടേണ്ടതാരാ? ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന് ശ്രദ്ധയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ 45 ലക്ഷം ആളുകള് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലില്ലാതെ കാത്തിരിക്കുക. ഈ 1.5 കോടി ജനങ്ങൾ, അതും ഡിഗ്രിയും PGയും അത് കഴിഞ്ഞിട്ട് PhDയും ചെയ്തവർ. അങ്ങാടിയിൽ കടല വെക്കുന്ന ഗതികേടുള്ള നാടായി കേരളമായി. ആരാണ് ഇടപെടാത്തത്? എവിടെയാണ് ഗവൺമെന്റ് ഇടപെടുന്നത്? ഇന്നലെയും മിനിയാന്നൊക്കെ വായിച്ച പത്രത്തിൽ വായിച്ച സ്ഥിതി എന്താ? എങ്ങോട്ടേക്കാണ് യൂത്ത് പോണത്? സ്വന്തം ഉമ്മാനെ തല്ലിക്കൊല്ലുകയാണ്. ഇന്നലെ അച്ഛനെ തല്ലിക്കൊന്നിരിക്കുന്നു. നാടാകെ മയക്കുമരുന്നാണ്. സ്വന്തം വീട്ടിൽ മക്കളെ പേടിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത ആയിരക്കണക്കിന് അമ്മമാരുടെ നാടായി കേരളം മാറിയല്ലേ? ആർക്കും ഉത്തരവാദിത്വം? പിന്നെ എന്തിനാണ് ഗവൺമെന്റ്? എന്തിനാണ് വേറൊരു നിയമം? അപ്പോ ഈ നിയമങ്ങൾ ഈ പറയുന്ന മയക്കുമരുന്നിനെ നേരിടാൻ ശേഷിയില്ലെങ്കിൽ അതിന് നിയമം കൊണ്ടുവരാനാണ് നിയമസഭ. MLA-മാരെ പണിയതാണ്, ഗവൺമെന്റിന് ജോലി ഏതാണ്? ഇപ്പൊ എന്താ? 2 ഗ്രാമം 4 ഗ്രാമം പിടിച്ചാൽ പിറ്റേന്ന് രാവിലെ ജാമ്യത്തിന് ഇറങ്ങാണ്. അവിടുന്ന് 10 ഗ്രാമമായിട്ട് വരണം. എന്തുകൊണ്ടാണ് ഇത് നിർബാധം കൂടെ തുടരുന്നത്? ഞാൻ പോലീസിനെതിരെ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഈ പറയുന്ന മയക്കുമരുന്ന്. ആരവിടെ ഇതിന്റെ കച്ചവടക്കാർ? ആരാ ഇതിന്റെ ഏറ്റവും വലിയ ലോബി? നിങ്ങൾക്കറിയും. കേരളത്തിലെ പോലീസിന്റെ പ്രബലമായ ഒരു വിഭാഗമാണ് ഈ സാധനങ്ങൾ. പോലീസ് ജീപ്പിൽ ബോർഡ് വെച്ച് കൊണ്ടുവരുന്നവർ TV-യിൽ കണ്ടല്ലോ. അപ്പോ ഇതിന് കാവൽ നിൽക്കേണ്ട, ഇതിന് തടയിടേണ്ട ഇവിടുത്തെ പോലീസ് ഇതിന്റെ കച്ചവടക്കാരായി മാറുകയാണ്. ആരെ അറസ്റ്റ് ചെയ്യണം? ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇതിനെ നിയന്ത്രിക്കാൻ ഇതിൽ കേന്ദ്രത്തിന് ചില വിഷയങ്ങളുണ്ട്. പക്ഷേ പോക്സോ കേസ് എന്ന് പറയുന്നത് കുട്ടികളെ ഏത് രീതിയിലുള്ള പീഡനത്തിന് വിധേയമാകുന്ന ഏത് വകുപ്പുകളും ഉപയോഗിച്ച് പോക്സോയിൽ കുട്ടികൾ ഈ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഇത് പോക്സോ നിയമത്തിന്റെ കീഴിൽ ഇത് കൊണ്ടുവരണം. 18 വയസ്സാകാത്ത കുട്ടികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുക്കുന്നത് ഈ പോക്സോയുടെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദയവായി സർക്കാർ അതിനെങ്ങനെ ഇടപെടൽ നടത്തണം, ഒരു ഭേദഗതി കൊണ്ടുവരണമെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ആവശ്യപ്പെട്ട വ്യക്തിയാണ്. ഒരു തവണയല്ല, പലതവണ. ആ ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് മിനിയാന്ന് മുക്കത്ത് മരിച്ച സ്ത്രീയും ഇന്നലെ തിരുവനന്തപുരത്ത് മരിച്ച ആ അച്ഛനും മരണപ്പെടുമായിരുന്നില്ല. അറിയുന്നത് നമുക്ക്. അപ്പൊ നിയമം ആവശ്യമുള്ളിടത്ത് നിയമം ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ആ നിയമം നടപ്പിലാക്കേണ്ടവരും പാലിക്കേണ്ടവരും അതിന് കാവൽ നിൽക്കേണ്ടവരുമായ കേരളത്തിന്റെ സേനകൾ മുഴുവൻ ഈ പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഇതിന്റെ കച്ചവടക്കാരാണ്. ഇവിടെ കുറെ ഉമ്മമാരുണ്ടല്ലോ, സഹോദരിമാർ ഇവിടെ പലരുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കഴിഞ്ഞുവിടുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടിലുണ്ടല്ലോ, ബന്ധുവിന്റെ വീട്ടിലുണ്ടല്ലോ ഈ അപകടം. ആരെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും?
ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ട്? ഇനിയിപ്പോ അവിടെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കി ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി ഇത്തരത്തിലുള്ള കഞ്ചാവുകാരെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാൽ എന്താ സ്ഥിതി? അവർക്കെതിരെ പോലീസ് കേസെടുക്കും. നിങ്ങൾ അതിനാ ഇതിലിടപെടുന്നു. എന്താണ് പറയാം? എന്തൊരു സേന ഉണ്ടല്ലോ, എന്താണ് അതല്ല എന്താണ് നമ്മുടെ വാക്ക് കിട്ടുന്നില്ല. സദാചാര പോലീസ് വാക്ക് കേട്ടാണ്. അപ്പൊ ജനങ്ങൾ നിവൃത്തി കണ്ടിട്ട് ആ മനുഷ്യരെ ഒരു പ്രദേശത്തെ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പള്ളി കമ്മിറ്റി അമ്പല കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ഇനി നമ്മൾക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ സദാചാര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പിന്നെ പോലീസ്. നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അവരെ കേസ് കൊടുക്കുന്നു. എനിക്കറിയാം, ഞാൻ ഇടപെട്ട കേസുകളുണ്ട്. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ അരാജകത്വം. പിന്നല്ല അഴിമതി ഞാൻ പറയണ്ട. വല്ല പ്രതികരണവും ജനങ്ങള് ഇപ്പോ ഇവിടെ ഈ നാട്ടിലൂടെ നടന്നു നോക്കിയാൽ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേന്റെ പണി നടക്കുക. എന്താ സ്ഥിതി? ആ റോഡിലൂടെ പോകാൻ കഴിയും. ഞാനിപ്പോ 4 ദിവസം മുമ്പ് കണ്ണൂർ വരെ പോയത്. ആ പണി തീർന്ന് ഈ പറയുന്ന ചാടി മറിഞ്ഞ് അത്രയും മോശപ്പെട്ട പണിയാണ്. ഇപ്പൊ 100 കിലോമീറ്റർ യാത്ര ചെയ്യാം, 150 കിലോമീറ്റർ യാത്ര ചെയ്യാന്നൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. 60 കിലോമീറ്റർ പോകാൻ കഴിയില്ല, ഊരുണ്ടാവില്ല. ഇപ്പൊ ഫിനിഷ് ചെയ്ത റോഡിന്റെ പല ഭാഗങ്ങൾ ആരാ നോക്കാൻ? ആര് പോയി നോക്കാൻ? ആരാതിന്റെ അതോറിറ്റി? ഈ സംസ്ഥാനത്തിന്റെ പുറത്തുള്ള വലിയ കോൺട്രാക്ടിങ് കമ്പനികൾക്കാണ് കോൺട്രാക്ട് കൊടുത്തിട്ട് എടുത്തോന്ന് പറയില്ലേ ഒരാളുണ്ട്. അപ്പൊ മയക്കുമരുന്നും കള്ളുകൊണ്ടും മനുഷ്യന് ജീവിക്കാൻ കഴിയാതാവുമോ? ഇപ്പൊ പാലക്കാട് പുതിയ മദ്യ ഉൽപാദന ഫാക്ടറി. എത്ര കോടിയുടെ അഴിമതിയാണ്? എത്ര കോടിയുടെ അഴിമതി? പച്ചയായിട്ട് ഇടപെടുകയാണ്. ചോദിച്ചാലോ മുഖ്യമന്ത്രി മന്ത്രിമാരും ചിരിക്കുക. മറുപടിയില്ല, ഒരു മറുപടിയില്ല. അഴിമതി എന്ന് പറയുന്നത് ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. നാട്ടിൽ വില്ലേജ് ഓഫീസർമാരൊക്കെ കോടീശ്വരന്മാരാ. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. ഭൂനഗരത്തില് 5 സെന്റുകാരന് വീടില്ലാതെ ഗതി കെട്ടിട്ട് വീട് വെക്കാന് ലൈഫ് പദ്ധതിയിൽ ചെന്നാൽ ഒരിക്കലും കിട്ടൂല. എന്നാ ഈ നാട്ടിൽ നീ നികത്താത്ത ഭൂമി ഉണ്ടോ? ആയിക്കോട്ടെ, നികത്തണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ അത് നികത്തണം. അതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ എന്താണോ ചെയ്യുന്നത് ആ നിയമം കൊണ്ടുവന്ന് മനുഷ്യന് പണം ഫൈനായി അടച്ച് അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാക്കാൻ അതൊന്നും ചെയ്യില്ല. അവിടെയൊക്കെ എന്താ പറയാ അഴിമതി. ഇപ്പൊ ഈ മാവൂർ റോഡിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ വില എത്രയാ? ഒരു സെന്റിന് 2 ലക്ഷം 3 ലക്ഷം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. അത് മണ്ണിട്ട് നടത്തിയാലോ 25 ലക്ഷം 50 ലക്ഷം നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ സെന്റിന് വില നിശ്ചയിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് CPI ആണ്. ഇപ്പൊ മാവൂർ റോഡൊക്കെ ആണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് 5 ലക്ഷം സെന്റിന് 10 ലക്ഷം 50 ലക്ഷം കൊടുത്താൽ അതൊരു നെറ്റ്വർക്കാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് വില്ലേജ് ഓഫീസ് വരെ. ഞാൻ നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ താലൂക്കിലെ കഴിഞ്ഞ 6 വർഷത്തിന്റെ ഉള്ളിൽ നികത്തിയ ഭൂമികളുടെ ലിസ്റ്റ് ഒരു MLA ആയിരിക്കുമോ വിവരാവകാശം ഞാൻ കൊടുത്തിട്ട് ഇന്ന് വരെ കിട്ടിയില്ല. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് എല്ലാ മേഖലയിലും അഴിമതി എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വരാന്. അവിടെയാണ് ഈ പറയുന്ന നെക്സസ്, അവിടെയാണ് ഈ പങ്കുവെക്കൽ. അത് നിർബാധം തുടരുക. ഇപ്പോ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഇവിടെ വിശദീകരിച്ചു എല്ലാവരും പഠിച്ചിരിക്കുന്ന അതിലേക്ക് പോകുന്നില്ല. ഇനി അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ CR സെറ്റ്. കോഴിക്കോട് ഇപ്പൊ ഈ വെള്ളയിൽ ബീച്ച് തുടങ്ങി നമുക്ക് 670 കിലോമീറ്റർ ഉണ്ട് ബീച്ച്. കന്യാകുമാരി തൊട്ട് നമ്മുടെ കാസർഗോഡ് വരെ ഏറ്റവും ബീച്ചുള്ള സ്റ്റേറ്റ് ആണ് നമ്മൾ. വല്ല പണി നടക്കും, ഒരു വീട് വെക്കാൻ കഴിയും.
നിലവിലുള്ള ഒരു സ്കൂളിന് എന്താ പറയുക ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വയ്യ. ആ ഭാഗത്തുള്ള ഹെൽത്ത് സെന്ററുകൾക്ക് അവരുടെ ഒരു ഷെഡ് നാട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പാടില്ല, ഭൂമി തൊടാൻ പാടില്ല. ഹോസ്റ്റൽ റെഗുലൈസേഷൻ സോണ് അത് മറ്റൊരു അഴിമതിയാണ്. എന്നാലും അവിടെ എറണാകുളത്തൊക്കെ പോയ ഹൈക്കോടതിന്റെ മുമ്പിൽ കടലിന്റെ ഈ വക്കത്ത് ഇങ്ങനെ 25-30 നില ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ അല്ലേ? ചെവി കണ്ടിട്ടില്ലേ? പയ്യാമ്പലുണ്ട്. അപ്പൊ ഇപ്പുറത്തെ 10 സെന്റുകാരന് വീട് വെക്കാൻ പറ്റാത്തത് ഇതെന്ത് നീതി? അപ്പൊ ഒരു വിഭാഗത്തിന് എല്ലാം ആകും. പിന്നെ കടലിന്റെ അടുത്ത് വീട് ഉണ്ടാക്കിയെന്താ പ്രശ്നം? ലോകത്തില്ലാത്ത നിയമല്ലത്. ഇവിടെ ദുബായ് പോകാത്തതിന് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇപ്പോ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കടല് തീർത്തിട്ട് കടലിന്റെ നടുക്ക് കൊണ്ടിട്ട് ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്. വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? അവിടെ ആവാസ വ്യവസ്ഥയൊന്നുമില്ലേ? നമ്മുടെ തൊട്ടടുത്ത നാടാണ് മാലിദ്വീപ്സ് എന്ന രാജ്യം, ഐലൻഡ് കൺട്രി. 500 കിലോമീറ്റർ ഉള്ളൂ കൊച്ചിയിൽ നിന്ന് മാലിയിലേക്ക്, ഫ്ലൈറ്റിന് 3/4 മണിക്കൂർ. പോയവര് പലരും ഇവിടെ ഉണ്ടാവും. മൊത്തം ബിൽഡിംഗ് കടലിലല്ലേ? അപ്പൊ ഇവിടെ കടലിന്റെ പക്കത്ത് 500 മീറ്റർ പോകുന്നതാണ്. അവിടെ പോയി കിട്ടും, ഇവിടെ പറ്റില്ല. ലോകത്ത് എവിടെ ഉണ്ടാവും? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്താണ് ഇതിന്റെ പിന്നിലെ ലോജിക്ക്? അങ്ങനെ ചോദ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ച് അതിലും കോടികളാണ് അടിച്ചു മാറ്റുന്ന ആരാണ് അതുമായി ബന്ധപ്പെട്ടവർ. അപ്പോ സാധാരണക്കാർ ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് പോകണം. മലയോരത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, അവർ വിട്ടൊഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങണം. കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള മുഴുവൻ മനുഷ്യരും ഒരു വഴിക്കും അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിയമങ്ങളിൽ വരേണ്ട ഒരുപാട് മാറ്റങ്ങൾ, വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിതൊക്കെ മാറ്റാൻ പറ്റുമോ? അതെന്ത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസവും വൈദ്യുതിയും വെള്ളവും, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഈ അങ്ങാടി കൂടെ അല്ലാതെ. 10,000-കണക്കിന് സ്കൂളുകളാണ് നിർമ്മിക്കപ്പെട്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞവരെ ആ 10ാം ക്ലാസിന്റെ ബലം വെച്ചുകൊണ്ട് ടീച്ചർമാരാക്കി. അല്ലാതെ കുറെ ടീച്ചർമാരുണ്ടായി വന്നിട്ട് പിന്നീട് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല പല സ്ഥലത്തും. അപ്പൊ ഉള്ള വിദ്യാഭ്യാസമുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും ടീച്ചിങ്ങും കൊടുത്തുകൊണ്ട് അവരെ സ്വയം ടീച്ചർമാരാക്കി മാറ്റിയിട്ടാണ് അവിടുത്തെ ഇക്വേഷൻ അവർ മാനേജ് ചെയ്തത്. തുടക്കത്തിൽ എല്ലാ സ്ട്രീറ്റിലും എന്താ പറയാ സ്ട്രീറ്റ് സ്കൂളുകളുണ്ട്. ഒരു തലമുറ വിദ്യാഭ്യാസം ഇല്ലാതെ പോയി. 35 കൊല്ലം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? അവിടെ ട്രോളി വലിക്കുന്നവനും ഓട്ടോറിക്ഷ വലിക്കുന്നവനും ആയ ആളുകൾക്ക് ജോലി കഴിഞ്ഞാൽ വൈകുന്നേരം അവരുടെ തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ ഇപ്പോൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പോൾ പഠിച്ച് എന്താ പറയുക അത്യാവശ്യം പത്രം വായിക്കാനുള്ള ശേഷിയിലേക്ക് എത്തി. ഗംഗാനദി ഒഴുകി അങ്ങനെ പശ്ചിമ ബംഗാളിൻ്റെ ഒരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ലായിരുന്നു. വേനലായി കഴിഞ്ഞാൽ 50-60% പ്രദേശം വെള്ളം കിട്ടാതെ മനുഷ്യർ അലയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് 98% ഗ്രാമങ്ങളിൽ അവർ കുടിവെള്ളം എത്തിച്ചു. സമൂഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന OBC വിഭാഗത്തെ, ദളിത് വിഭാഗത്തെ പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. സാമൂഹികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇത് വലിയ രീതിയിൽ വിജയിച്ചിരിക്കുകയാണ്. സ്ത്രീ സമൂഹത്തിനുള്ള പ്രൊട്ടക്ഷൻ അത് അവിടെ പോയി പഠിക്കണം. പോലീസായാലും സോഷ്യൽ സെക്യൂരിറ്റീസ് ആയാലും ഈ പറയുന്ന 8ാം ക്ലാസ്സുകാരിയാണെങ്കിൽ പോലും 1ാം ഘട്ടത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വലിയ രീതിയിൽ 7 വരെ പഠിച്ചവരെ പോലും സേനയിൽ ഉൾപ്പെടുത്തുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നവര്. ഇന്ന് രാജ്യം നേരിടുന്ന വർഗീയതക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത്രയും സ്റ്റേണായിട്ട് നിലപാടെടുക്കുന്ന
ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രമുഖയായ മുഖ്യമന്ത്രി അവരാണ് എന്ന കാര്യത്തിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു തർക്കമുണ്ടാവും. അതാണ് മമതാ ബാനർജി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ കണ്ടു കാണപ്പെട്ട നേതാക്കന്മാരിൽ നിന്ന് വളരെ ഭിന്നമായ എന്താ പറയുക വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവര്. മുഖ്യമന്ത്രിയുടെ ഭവനം എപ്പോഴും അവർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഓഫീസിന് കൊടുത്തിരിക്കുക സർക്കാരുണ്ട്. അവര് ജനിച്ചു വളർന്ന കൽക്കട്ടയിലെ ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഒരു ഓടിട്ട വീട്ടിലാണ് ഇന്നും അവർ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാവും? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? അതാണ് അവര്. ഉത്തരേന്ത്യയിലെ RSSന്റെ ഇടപെടൽ ഈ പറയുന്ന ക്രിസ്തുമസിന് മഹാഭൂരിപക്ഷം ദേവാലയങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇവരെന്താ ചെയ്തത്? ഇവര് അന്തി കുർബാനയിൽ പോയിട്ട് പങ്കെടുത്ത് നേരം വിളിക്കുന്നവര് കൽക്കട്ടയിലെ പ്രധാനമായ ചർച്ചിൽ പോയിട്ട് ജനങ്ങൾക്ക് മെസ്സേജ് കൊടുത്തു. സംഘ് പരിവാറ് ക്രിസ്മസ് ആഘോഷിക്കാൻ ദേവാലയങ്ങൾ തുറക്കാൻ അനുവദിക്കാത്ത സ്ഥലത്ത് പോലീസിനോടൊപ്പം ആയിരക്കണക്കിന് TMCയുടെ പ്രവർത്തകർ പോയിട്ട് അവിടെ മനുഷ്യമന്ദിരം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആഘോഷിക്കും, നമുക്ക് നോക്കാം. അതാണ് അവരുടെ നിലപാടുകൾ. അപ്പൊ ഈ ഒരു അവസ്ഥ ഇന്ത്യ ഇന്ന് നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും എന്താണോ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാട് എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് മമതയുടെ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് ജനാധിപത്യത്തിൽ പങ്കാളിത്തം നിർബന്ധമാണ്. ഇപ്പൊ നിങ്ങൾ വരുന്ന പഞ്ചായത്തിലെ ഒരു മെമ്പറെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് ജയിപ്പിച്ചെടുക്കുക എന്നത് ആ നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ പാർട്ടിയുടെ മാത്രമല്ല. നമ്മൾ ഈ പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ ആ പ്രദേശത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അവിടെ റെപ്രസെന്റേഷൻ വേണം. അപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്. അപ്പോ ഒരു പഞ്ചായത്ത് ഇപ്പോ ഒരു ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ഈ കോർപ്പറേഷൻ 75 ഡിവിഷനാണുള്ളത്. ഈ 75 ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ 10 ആളാണ് ഉണ്ടാക്കിയാൽ മതി. 10 ആണ്. അതിൽ 5 സഹോദരിമാരും കൂടെ ഉണ്ടെങ്കിൽ ആ ഡിവിഷനിലെ പ്രധാന പ്രവർത്തകരായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ വലിയ